അസ്സലാമു അലൈക്കും ഹായ് ഓൾ. ഒരു കാര്യം പറയട്ടെ, നമ്മളെ കയ്യിലുള്ള മെറ്റീരിയലിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ ഒരു ഓഫ് വൈറ്റും ബ്ലാക്കും പ്രത്യേകിച്ച് ഞാൻ അതിനെപ്പറ്റി പറയാൻ കാരണം എന്ന് പറഞ്ഞാൽ നമുക്കത് ഏത് രൂപത്തിലും അതിനെ സ്റ്റിച്ച് ചെയ്തെടുക്കാം കേട്ടോ. ഇനിയിപ്പോൾ കുട്ടികൾക്കാണെങ്കിൽ അത് മുട്ട് വരെ പിന്നെ ഷോർട്ട് ടോപ്പാക്കിയിട്ട് നല്ല ക്രോസ് പലാസോ പാൻ്റാക്കിയിട്ട് അടിച്ച് നല്ല ഭംഗിയുണ്ടാവും. അതേപോലെ കുറച്ച് ഹൈറ്റുള്ള ആൾക്കാരാണെങ്കിൽ അവർക്ക് കുറച്ച് ലെങ്തി ടോപ്പായിട്ട് ഒരു 58 ലെങ്ത്തിലൊക്കെ ടോപ്പാക്കി നല്ല അതിലും നല്ല ക്രോസ് പലാസോ പാൻ്റാക്കിയിട്ട് അടിച്ചാൽ ഭയങ്കര ഭംഗിയാണ് കേട്ടോ. അപ്പോൾ അത് ഞാൻ എൻ്റെ അടുത്ത് പർച്ചേസ് ചെയ്യുന്ന ആൾക്കാർക്ക് ചെറിയൊരു ഐഡിയ നമ്മൾ കൊടുക്കും. ഞാനൊക്കെ ഇല്ലേ പുറത്തുനിന്ന് മെറ്റീരിയൽ വാങ്ങിച്ചാൽ നമ്മളതായ രീതിക്ക് ചെറിയൊരു മാറ്റങ്ങൾ വരുത്തിയിട്ടാണ് സ്റ്റിച്ച് ചെയ്തെടുക്കുക. അപ്പോൾ ഒരു ഡിഫറെൻറ്റ് ലുക്കിൽ നമുക്ക് കൊണ്ടുവരാൻ കഴിയും. സാധാരണ നമ്മളെല്ലാവരും വാങ്ങിക്കുന്ന മെറ്റീരിയൽ തന്നെയായിരിക്കും, പക്ഷേ ചെറിയ ചെറിയ മാറ്റങ്ങൾ അവിടെ ഇവിടെ വരുത്തി സ്റ്റിച്ചിങ്ങിലൊക്കെ നമ്മൾ കൊണ്ടുവന്നാൽ നല്ല ഭംഗി ഉണ്ടാവും കേട്ടോ. അതേപോലെ ഇത് നമ്മൾ ഇഷ്ടം പോലെ ഫാബ്രിക് ഉണ്ട്. നമ്മൾ ഏത് മെറ്റീരിയൽ നമ്മൾ തന്നെ ലോഞ്ച് ചെയ്യുന്ന ഏത് മെറ്റീരിയൽ ഇഷ്ടം പോലെ അതിൽ ഫാബ്രിക് ഉണ്ട് എന്നുള്ളതാണ് എനിക്കൊരു സന്തോഷം. ഏത് രൂപത്തിലും നിങ്ങൾക്കത് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഫുള്ളി ഗൗണായിട്ട് അടിക്കുക, എയർലൈൻ ടോപ്പ് ആക്കിയിട്ട് അടിക്കുക, അതല്ലെങ്കിൽ നോർമൽ ചുരിദാറാക്കിയിട്ട് അടിക്കുക. പാൻറ്റിനും ഇഷ്ടംപോലെ നമ്മൾ അതിൽ തുണി വെക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഈ ഒരു ഓഫ് വൈറ്റിൻ്റെ ഒക്കെ നമ്മൾ ക്രോസ് പലാസോ പാൻറ്റാക്കി എടുക്കാൻ 3.5 മീറ്റർ ഫാബ്രിക് അതിലുണ്ട് കേട്ടോ. അപ്പോൾ അത് പലർക്കും പറയുമ്പോൾ അതെന്നോട് ആ വീഡിയോയിലൊക്കെ പറയാൻ വിട്ടുപോയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാട്ടോ എനിക്ക് അധികം ഓർഡർ വരുന്നത് യൂട്യൂബിൽ നിന്ന് തന്നെയാണ്. അതുകൊണ്ടാണ് നിങ്ങളേത് ഞാനിത് ഡീറ്റെയിൽ ആയിട്ട് ഇവിടെ ഇപ്പോൾ പറയുന്നത് കേട്ടോ. അപ്പോൾ ചില ദിവസങ്ങളിലൊക്കെ ഇങ്ങനെ വണ്ടിയിൽ നിന്നായിരിക്കും കേട്ടോ പാക്കിങ്. നമുക്ക് എപ്പോഴാണോ ഓർഡർ കിട്ടുന്നത് ആ ഒരു സമയം തന്നെ നമ്മൾ പാക്ക് ചെയ്ത് ഡിസ്പാച്ച് ചെയ്യാമെന്നുള്ളതാണ് നമ്മുടെ ഒരു ഏറ്റവും വലിയൊരു കാര്യം എന്ന് പറയുന്നത്. പിന്നെ ഈ ഒരു മൊഡാൽ സിൽക്കെല്ലാം നല്ലൊരു റേറ്റിലാണ് നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളത് കേട്ടോ. അതൊക്കെ എനിക്ക് ഭയങ്കര സന്തോഷമുള്ള കാര്യം കേട്ടോ. ഇത്രയും റേറ്റിൽ നമ്മൾ ഇത്ര നല്ല പ്രൊഡക്റ്റ് ലോഞ്ച് ചെയ്യാൻ കഴിഞ്ഞു, നമുക്ക് ഡയറക്റ്റായിട്ട് മാനുഫാക്ചർ കയ്യിൽ നിന്ന് വാങ്ങി നിങ്ങൾക്ക് സെയിൽ ചെയ്യാൻ കഴിയുമെന്ന് പറഞ്ഞാൽ ഇതെല്ലാം എനിക്ക് ഭയങ്കര സന്തോഷം കേട്ടോ. ഇനി നമുക്കില്ല സ്കൂളൊക്കെ തുറക്കാനായില്ല, അപ്പോൾ ഈസി റെസിപ്പീസ് എന്തായാലും എല്ലാവർക്കും ആവശ്യം ഉണ്ടാവും കേട്ടോ. അപ്പോൾ ഇന്ന് നമുക്കിവിടെ എല്ലാവർക്കും നോമ്പാണ് കേട്ടോ, ദുൽഹിജ്ജയുടെ. അപ്പോൾ ഞാൻ വൈകുന്നേരം നമുക്ക് ഉണ്ടാക്കുന്ന നോമ്പ് പറയും. അപ്പോൾ നിങ്ങൾക്ക് കൂടി ഞാൻ ഷെയർ ആക്കാം എങ്ങനെയാണ് നല്ല എളുപ്പത്തിൽ രാവിലെ ഒരു ദോശ ഉണ്ടാക്കിയെടുക്കാം. ഇത് ഞാൻ ഇന്നാളത്തെ കാണിച്ചപ്പോൾ ഒരുപാട് ആൾക്കാർ ചോദിച്ചിരുന്നു കറക്റ്റ് റെസിപ്പി തരുമോ എന്നുള്ളത്. അതുകൊണ്ടാണ് ഇപ്പോൾ മെയിനായിട്ട് കാണിക്കുന്നത്. അപ്പോൾ ചോറും നമ്മളെ പച്ചരി വെച്ചിട്ട് നല്ല ദോശ എന്ന് പറഞ്ഞാൽ നല്ല ദോശ. അപ്പോൾ 3 ഗ്ലാസ് പച്ചരിയാണ് ഞാൻ എടുത്തത് ഈ ഒരു ഗ്ലാസ്സിൽ. അപ്പോൾ ആ ഒരു ഗ്ലാസ്സിൽ തന്നെ നമ്മൾ ഏത് ഗ്ലാസ്സിലാണോ പച്ചരി അളന്നെടുത്തത് ആ ഒരു ഗ്ലാസ്സിൽ തന്നെ സെയിം അളവിൽ ചോറ് ചേർത്ത് കൊടുക്കുക എന്നുള്ളതാണ്. പലർക്കും ഈ ചോറ് ചേർത്തിട്ട് ദോശ ചുടുമ്പോൾ അങ്ങ് കറക്റ്റായിട്ട് കിട്ടൂല. അതുകൊണ്ടാണ് കറക്റ്റ് അളവ് പറഞ്ഞിരുന്നത്. 3 ഗ്ലാസ് പച്ചരിക്ക് 3 ഗ്ലാസ് തന്നെ ചോറ് എടുക്കുക. ചോറിൻ്റെ അളവ് കുറച്ചാൽ പച്ചരി ദോശയാണ് കുറച്ച് ഭയങ്കര ഹാർഡായിപ്പോൾ. ഇത് വൈകുന്നേരം വരെ വെച്ചാൽ നമുക്ക് നല്ല സോഫ്റ്റ് ഉണ്ടാകും. കുട്ടികൾക്ക് ലഞ്ച് ബോക്സിലെല്ലാം കൊടുത്തയച്ചാലും ഉച്ചക്കല്ലേ മക്കൾ കഴിക്കുക, ആ ഒരു സമയത്ത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള തന്നെ ദോശ കിട്ടും കേട്ടോ. അപ്പോൾ അങ്ങനെ അതിലേക്ക് കുറച്ച് തേങ്ങയുടെ അളവ് വളരെ കുറച്ച് മതി. അപ്പോൾ ഇത്തിരി തേങ്ങ നമുക്ക് ആ ഒരു ചോറിൻ്റെ ടേസ്റ്റ് മുന്നിട്ട് നിൽക്കുന്ന ഇത്തിരി തേങ്ങ ഇട്ട് അതവിടെ മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. അതിനിടയ്ക്ക് ഞാൻ ഇപ്പുറത്തെ ഒരു പാന് വെച്ചിട്ടില്ല, കുറച്ച് തേങ്ങ വറുത്തെടുക്കുന്നുണ്ട്. നല്ലൊരു ചിക്കൻ കറിയും കൂടി ഉണ്ടാക്കിയെടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ സ്കൂളൊക്കെ തുറന്നാൽ നിങ്ങൾക്ക് പല പല റെസിപ്പീസ് ആവശ്യം ഉണ്ടാവും. കാരണം നമുക്ക് ഒരേ മക്കൾക്ക് മെയിനായിട്ട് അവർക്ക് ലഞ്ച് കൊടുക്കുമ്പോൾ നമ്മളില്ലേ കുറച്ച് ടേസ്റ്റുള്ള ഫുഡ് കൊടുക്കുക എന്നുള്ളതാണ്. ഉച്ചക്ക് തണിഞ്ഞിട്ട് ഓൾറെഡി കഴിക്കുക. ആ ഒരു സമയത്ത് നമ്മൾ നല്ല ടേസ്റ്റുള്ള കൊടുത്താലെങ്കിലും മക്കൾക്ക് കുറച്ചെങ്കിലും കഴിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ കുറച്ച് തേങ്ങയിലേക്ക് കുറച്ച് വെളുത്തുള്ളി, കുറച്ച് കറിവേപ്പില അത്രയും ചേർത്ത് കൊടുത്താൽ മതി. എന്നിട്ട് നല്ലോണം ഗോൾഡൻ കളറാകുന്നവരെ വറുത്തെടുക്കുക. അത്രയും പണിയുള്ളൂ. ഇതിങ്ങനെ നമ്മൾ അതിൻ്റെ അടുത്ത് ഇങ്ങനെ മെനക്കെട്ട് നിൽക്കണമെന്നൊന്നുമില്ല. നമ്മളിപ്പുറത്ത് ഓരോ ജോലികൾ ചെയ്യുന്നതിൻ്റെ ഇടയിൽ ഇങ്ങനെ അതിനൊന്ന് ഇളക്കി കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഒരു സൈഡിൽ ഞാൻ ദോശയുടെ ആ ഒരു മാവ് അരച്ച് ഒഴിച്ചിരിക്കുന്നുണ്ട്. വെള്ളത്തിൻ്റെ അളവ് എന്ന് പറഞ്ഞാൽ ആ ഒരു അരിക്ക് സമമായിട്ട് ഓരോ ബാച്ചിലും അരിയിട്ട് ആ അരിക്ക് സമമായിട്ട് വെള്ളം ഒഴിച്ചിട്ട് അങ്ങനെ കേട്ടോ അരച്ചെടുത്തത്. അപ്പോൾ കറക്റ്റ് അളവായിരിക്കും. നമ്മൾ അരിനെക്കാട്ടും പൊങ്ങിപ്പോണ്ട. അപ്പോൾ തേങ്ങ നല്ലോണം വറുത്ത് കഴിഞ്ഞപ്പോൾ ഞാൻ ചെറിയ ജീരകം ഇട്ടിട്ട് ഓഫ് ചെയ്തതിന് ശേഷം കേട്ടോ ചെറിയ ജീരകം ഇട്ട് കൊടുക്കുന്നത്. പിന്നെ ആ ചൂടിനൊന്ന് ചൂടായിക്കോളും. അല്ലാണ്ട് ആദ്യമേ ചെറിയ ജീരകം ഇട്ടാൽ ആ ഒരു ടേസ്റ്റ് അങ്ങ് മാറും കേട്ടോ. അങ്ങനെ അതൊന്ന് പ്ലേറ്റിലേക്ക് മാറ്റുന്നുണ്ട്. പാനിൽ തന്നെ വെച്ചാൽ ആ ചൂട് കൊണ്ട് വീണ്ടും തേങ്ങ കരിഞ്ഞു പോകാൻ ചാൻസ് ഉള്ളതുകൊണ്ടാണ് കേട്ടോ. ഇനിയിപ്പോൾ ആ ഒരു പാൻ തന്നെ കഴുകി എടുത്തിട്ട് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് നമ്മളില്ലേ ബേസിക് മസാല ചേർത്തിട്ട് മാഗ്നേറ്റ് ചെയ്ത ചിക്കൻ ഒന്ന് ഫ്രൈ ചെയ്ത് എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈസിയാണ്, ഭയങ്കര ടേസ്റ്റാണ്. ഇത് ഞാൻ പറയാൻ കാരണം എന്ന് വെച്ചാൽ മക്കൾക്ക് ഇപ്പോൾ അധികവും നിങ്ങളെ കുട്ടികളെല്ലാം എങ്ങനെയാണ് ചിക്കൻ കറി ഇഷ്ടമല്ലല്ലേ? ഇവിടെയും ഒട്ടും ഇഷ്ടമല്ല ചിക്കൻ കറി എന്ന് പറഞ്ഞാൽ. അങ്ങനെ ബാക്കിയായിരിക്കും. നേരെ മറിച്ച് ചിക്കൻ ഫ്രൈ ആക്കിയിട്ട് എന്തെങ്കിലും രൂപത്തിലാക്കി കൊടുത്താലേ അവരെല്ലാം കഴിച്ച് കിട്ടുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു റെസിപ്പി ഇങ്ങനെയൊക്കെ ട്രൈ ചെയ്തെടുക്കുന്നത്. അത്യാവശ്യം നമുക്ക് കറി വേണം, വെറും ഒരു ചിക്കൻ ഫ്രൈ മാത്രം കൂട്ടിയിട്ട് കഴിക്കാൻ കഴിയില്ലല്ലോ. അപ്പോൾ കുറച്ച് ചിക്കനേ ഉള്ളൂ എങ്കിൽ പോലും നമുക്ക് കുറച്ച് തേങ്ങയൊക്കെ മിക്സ് ചെയ്ത് അതിനെ നമുക്ക് നല്ലൊരു ക്വാണ്ടിറ്റിയുള്ള കറിയാക്കി മാറ്റുകയും ചെയ്യുക. എന്നാൽ ഡ്രൈ ആയിരിക്കുകയും ചെയ്യും, കുട്ടികൾക്ക് ഇഷ്ടത്തോടെ കഴിക്കുകയും ചെയ്യും കേട്ടോ.
അപ്പോൾ ആ ഒരു ചിക്കനെ മാറ്റി വെച്ചിട്ട് ഫ്രൈ ആക്കി മാറ്റി വെച്ചിട്ട് ആ ഒരു വെളിച്ചെണ്ണയിൽ തന്നെ നമ്മളില്ല വെളുത്തുള്ളി ഇഞ്ചി ചെറുതായി അരിഞ്ഞെടുത്തത് നല്ല പോലെ ഈ ഒരു വെളിച്ചെണ്ണയൊക്കെ നമ്മുടെ മൂപ്പിച്ച് വരട്ടെ അന്ന് നല്ല അടിപൊളി സ്മെല്ലായിരിക്കും കേട്ടോ. എന്നിട്ട് അതിലേക്ക് നമ്മളില്ല 4 ഒരു മീഡിയം സൈസ് സവാള നൈസായിട്ട് കട്ട് ചെയ്തെടുക്കുക. അതിലേക്ക് 2 പച്ചമുളക് നടുകെ കീറിയത് ഇട്ടിട്ട് നല്ല പോലെ വഴറ്റിയെടുക്കുക കേട്ടോ. സാധാരണ നമ്മൾ ചിക്കൻ കറി ഉണ്ടാക്കുന്ന സാധനങ്ങളെ വേണ്ടു, എക്സ്ട്രാ സാധനവും കാര്യങ്ങളൊന്നും വേണ്ട. പക്ഷേ ഒരു വെറൈറ്റി ടേസ്റ്റ് കൊണ്ടുവരാൻ കഴിയും. എന്നും കഴിക്കുന്ന കറി തന്നെയാണെന്ന് ചോദിക്കുന്ന ആൾക്കാർക്ക് ഒരു ഒരു പുതിയ മോഡലിൽ പുതിയ രുചിയിൽ നമുക്ക് കൊണ്ടുപോയി പ്രസൻറ്റ് ചെയ്യുക. അതാണ് ഞാൻ ഇതിൽ ഉദ്ദേശിക്കുന്നത് മെയിനായിട്ട്. ഇവിടെ അങ്ങനെ തന്നെയാണ്. എപ്പം നോക്കിയാലും ചിക്കൻ കറി വെച്ചാൽ അത് 2-3 ദിവസം ബാക്കി ഉണ്ടാവും കേട്ടോ. അപ്പോൾ ഇങ്ങനെയൊക്കെ ആക്കിയാൽ പെട്ടെന്ന് തന്നെ തീർന്നു കിട്ടും. അപ്പോൾ ഇതാണ് നമ്മുടെ അരി അരച്ചെടുത്തത്. നല്ല പിന്നെ എന്താ പറയുക, ദോശമാവിനെക്കാട്ട് കുറച്ചും കൂടി ലൂസായിട്ട് ഇരിക്കണം നമ്മളെ ബാറ്ററി. ഈ ഒരു കൺസിസ്റ്റൻസിയാണ് നമുക്ക് വേണ്ടത് കേട്ടോ. അപ്പോൾ ഇതിൽ ഞാൻ ആ ഒരു മിക്സിയുടെ ജാറ് കഴുകി ഇത്തിരി വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തിട്ട് മറ്റേത് ഞാൻ പറഞ്ഞ പോലെ തന്നെ അരിക്ക് സമം ചേർത്ത് വെള്ളം ചേർത്ത് അരച്ചെടുത്തതാണ്. ഇനിയിപ്പോൾ നല്ല ചൂടായ തവയിൽ ഒഴിച്ചിട്ട് നല്ലപോലെ ചുട്ടെടുക്കുക. ഇനിയിപ്പോൾ നോൺ സ്റ്റിക്ക് പാൻ വേണമെന്നില്ല, നല്ല ഇരുമ്പ് കലയിൽ ചുടലാട്ടോ ഏറ്റവും നല്ലത് ഈ ഒരു ദോശ. അതാണ് ടേസ്റ്റ് വൈസ്. ആ ഒരു നെയ്യൊക്കെ അതിൽ തന്നെ ഒഴിച്ച് മൊരിച്ചെടുക്കും, ഭയങ്കര ടേസ്റ്റാണ്. പക്ഷേ എൻ്റെ ഇരുമ്പ് കല്ലിപ്പോൾ കേടായിട്ട് കുറേ ആയി, പുതിയ വാങ്ങണം എന്ന് വിചാരിച്ചിട്ട് ഇതുവരെ ഞാൻ വാങ്ങിച്ചിട്ടില്ല. ഇൻഷാ അല്ലാഹ് ഇനി എന്തായാലും ഒന്ന് വാങ്ങിക്കണം. അപ്പോൾ നല്ലപോലെ പൊളിഞ്ഞിങ്ങ് വരും. ഇതിപ്പോൾ തിരിച്ചിടേണ്ട ആവശ്യമൊന്നുമില്ല, ജസ്റ്റ് ഒഴിച്ചിട്ട് വേണമെങ്കിൽ ഒന്ന് മൂടിക്കൊടുത്തോട്ടോ. അപ്പോൾ പിന്നെ പെട്ടെന്ന് ആയി കിട്ടിക്കോളും. എന്നിട്ട് ഇതുമേലെ ഞാൻ എൻ്റെ ആ ഒരു കല്ലിൽ എണ്ണ ഒഴിച്ചാൽ പിന്നെ രണ്ടാമത് ഒഴിക്കും, നിങ്ങൾക്കറിയാം നോൺ സ്റ്റിക്ക് പാനല്ലേ, അങ്ങ് കുരുണ്ട് പോകും. അതുകൊണ്ട് ഞാൻ പിന്നെ എടുത്ത് വെച്ചിട്ടാട്ടോ നെയ്യ് ഒഴിച്ച് കൊടുക്കുന്നത്. പിന്നെ ഈ ഒരു ഉള്ളി വയന്ന് വന്നപ്പോൾ അതിലേക്ക് മല്ലിപ്പൊടി 1 ടീസ്പൂൺ, കുരുമുളക് പൊടി 1 ടീസ്പൂൺ, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇത്രയും ഇട്ടിട്ട് ആ ഒരു വെളിച്ചെണ്ണയിൽ അത് നല്ലപോലെ ഒന്ന് മൂപ്പിച്ചെടുക്കുക. വേണമെങ്കിലില്ല ഈ ഒരു മസാല നമുക്ക് ആ ഒരു തേങ്ങ വറക്കുന്ന സമയത്ത് തേങ്ങയിൽ ചേർത്ത് കൊടുത്താലും മതി കേട്ടോ. ഞാൻ തേങ്ങയിൽ ചേർക്കാത്തതെന്ന് പറഞ്ഞാൽ അത് മിക്സിയിലിട്ട് ക്രഷ് ചെയ്യുമ്പോൾ നമ്മുടെ മിക്സീൻ്റെ ആ ഒരു മൂടിയൊക്കെ ഉണ്ടല്ലോ പെട്ടെന്ന് അങ്ങ് ചോന്നു പോകും. അപ്പോൾ ഇതിതാ ഒന്ന് ഇത്രയും അരയണ്ട കേട്ടോ, ജസ്റ്റ് ഒന്ന് നമ്മൾ ചമ്മന്തിയെല്ലാം പൊടിക്കുന്നില്ല അതേപോലെ ഒന്ന് ക്രഷ് ചെയ്തെടുത്താൽ നല്ല ടേസ്റ്റ്. എന്നിട്ട് ഇച്ചിരി വെള്ളം ഒഴിച്ചിട്ട് ഒന്നുകൂടി ഒന്ന് ക്രഷ് ചെയ്ത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഇനിയിപ്പോൾ മിക്സിയുടെ ജാറ് കഴുകിയിട്ട് കുറച്ച് വെള്ളം, ഓവർ വെള്ളം വേണ്ട, പിന്നെ അതും കൂടി ഒഴിച്ചു കൊടുത്തിട്ട് എല്ലാം നല്ലപോലെ തിളച്ച്. ഈ സമയത്ത് നമ്മൾ എരിവുണ്ടോ ഉപ്പുണ്ടോ എന്നൊക്കെ കറക്റ്റ് നോക്കണം. അഥവാ എരിവ് കുറവാന്ന് തോന്നുന്നുണ്ടെങ്കിൽ കുറച്ച് കുരുമുളക് പൊടി വീണ്ടും ഒന്ന് ചേർത്തിട്ട് എരിവിനെ ബാലൻസ് ചെയ്യാട്ടോ. ഇനി പണിയൊന്നുമില്ല, ആ ഒരു ഫ്രഷ് ചിക്കൻ ഉണ്ടല്ലോ നമ്മൾ ഫ്രൈ ചെയ്തെടുത്ത അത് നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. എപ്പോഴും ചിക്കന് കുറേ ദിവസം ഫ്രീസറിൽ സ്റ്റോക്ക് ചെയ്ത് ഉപയോഗിക്കുന്നതിലും നല്ലത് ഡെയിലി വാങ്ങിച്ചിട്ട് അല്ലെങ്കിൽ 1-2 ദിവസം അതിലപ്പുറം ചിക്കൻ വെച്ചാൽ ഇപ്പോൾ ടേസ്റ്റ് കിട്ടുന്നില്ല എന്ന്. അപ്പം നമ്മളെ ദോശ കണ്ടില്ല, നല്ല ദോശ എന്ന് പറഞ്ഞാൽ അടിപൊളി ദോശ കേട്ടോ. അപ്പോൾ അത് അങ്ങനെ നമ്മൾ കുറച്ച് സമയം ഈ ഒരു തേങ്ങയിലും ആ ഒരു മസാല കൂട്ടിലും കിടന്ന് ചിക്കന് അങ്ങ് നല്ലപോലെ യോജിച്ച് വരണം കേട്ടോ. ആ ഒരു സമയത്ത് ഒരു മീഡിയം സൈസ് വലിപ്പമുള്ള തക്കാളി ഞാൻ തൊലി കളഞ്ഞിട്ട് കുനുകുന അരിഞ്ഞിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഒരു ചെറിയ തക്കാളി ആണെങ്കിൽ 2 എണ്ണം ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഇത് തക്കാളി അങ്ങ് ഉടഞ്ഞു പോകണ്ട, പക്ഷേ ആ ഒരു തക്കാളിയുടെ ടേസ്റ്റ് അങ്ങ് വരികയും ചെയ്യും. എന്നാൽ ഇടയ്ക്കിടയ്ക്ക് അത് പ്രത്യേക രസമാണ്, എനിക്ക് അങ്ങനെ പറയേണ്ടതെന്ന് അറിയില്ല. അപ്പോൾ ഇവിടെ നോമ്പ് തുറക്കുമ്പോൾ എപ്പോഴും നമ്മൾ ഒരു മെനു തന്നെയാണ് എപ്പോഴും ഉണ്ടായി വരുന്നത്. കാരണം എന്താ വെച്ചാൽ ഇവിടുത്തെ ആൾക്കാർക്ക് ഞാൻ എന്ത് വേണമെന്ന് ചോദിച്ചാൽ അങ്ങനെ പറയുള്ളൂ. അപ്പോൾ നല്ല അടിപൊളി ദോശ ചുട്ട് കഴിഞ്ഞിട്ട് ഇതിൻ്റെ പ്രത്യേകത ഈ ഒരു ദോശ കുറേ സമയം കഴിഞ്ഞിട്ട് നമ്മൾ എടുത്താൽ ആ ദോശ നല്ല സോഫ്റ്റ് ഉണ്ടാവട്ടെ. അത്രയും ചോറ് ചേർക്കുന്നതാണ് ആ ഒരു സോഫ്റ്റ്നെസ്സിൽ നമുക്ക് കിട്ടുന്നത്. അതുകൊണ്ട് നിങ്ങൾ സ്കൂളിലുള്ള ടൈമിൽ രാവിലെ നിങ്ങൾക്ക് ബ്രേക്ക്ഫാസ്റ്റ് തന്നെയാണ് കൊടുത്തേക്കുന്നതെങ്കിൽ ഈ ഒരു ദോശ എന്തായാലും ട്രൈ ആക്കിക്കോട്ടെ. ഇവിടെ നോമ്പ് തുറക്കുന്ന സമയത്ത് ഇപ്പോൾ നമ്മൾ എന്തെങ്കിലും സ്പെഷ്യൽ വേണമെന്ന് വെച്ചാൽ എൻ്റെ ഹസ്ബൻഡായാലും മക്കളായാലും ഒക്കെ പറയുന്ന ഒരേ റെസിപ്പി, ഒന്നുകിൽ പട്ടിപ്പത്തിൽ അല്ലെങ്കിൽ ഇറച്ചിപ്പത്തിൽ. അവർക്ക് പഴയ ആ ഒരു റെസിപ്പി വിട്ടുള്ള ഒരു കളിയില്ല. എന്ത് പുതിയ പരീക്ഷണം നടത്തിയാലും അവർക്ക് ഈ ഒരു ഐറ്റം തന്നെ ഭയങ്കര ഇഷ്ടമുള്ളൊരു ഐറ്റം. എൻ്റെ ഹസ്ബൻഡിന് പറയണ്ട, എപ്പോഴും നോമ്പെടുത്തിട്ട് ഞാൻ എന്താ ഇന്നത്തെ നോമ്പ് തുറക്കുക നമുക്ക് എന്താ ഉണ്ടാക്കേണ്ടതെന്ന് ചോദിച്ചാൽ പറയും എടി പട്ടിപ്പത്തിൽ ഉണ്ടാക്കി കുറച്ചെന്നേ പറയുള്ളൂ. അപ്പോൾ നമ്മളിന്ന് കുറച്ച് പട്ടിപ്പത്തിൽ ഞാൻ കുറച്ച് വലുതായിട്ടോ ഉണ്ടാക്കിയ കുറേ ഉണ്ടാക്കാൻ കഴിയില്ലെന്ന് വെച്ചിട്ട് കുറച്ച് വലുപ്പത്തിൽ തന്നെ പട്ടിപ്പത്തിൽ ഉണ്ടാക്കിയിട്ടുണ്ട്. പിന്നെ കുറച്ച് ക്യാരറ്റ് ബീട്രൂട്ട് ജ്യൂസ് അടിച്ചത് പപ്പായ അത്രയാണ് കേട്ടോ. പിന്നെ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ നിസ്കാരമൊക്കെ കഴിഞ്ഞ് പിന്നെ ലാസ്റ്റ് വന്നിട്ടാണ് ഈ ഒരു ദോശയും കറിയും കഴിക്കുന്നത്. ആ ഒരു ദോശ ഞാൻ ചുട്ടത് മെയിനായിട്ടെന്ന് പറഞ്ഞാൽ ലേറ്റായിട്ട്, ഇപ്പോൾ ചൂടോടെ നമുക്ക് സെർവ് ചെയ്യാൻ പറ്റില്ലല്ലോ നോമ്പൊക്കെ എടുക്കുന്ന സമയത്ത്, സ്കൂളുള്ള സമയത്ത് ഒക്കെ. ഇപ്പോൾ ജോലിക്കെല്ലാം പോകുന്ന അവരാണെങ്കിൽ രാവിലെ തന്നെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കി വെക്കണ്ടേ. ആ ഒരു സമയത്ത് നമുക്ക് ട്രൈ ആക്കാൻ പറ്റുന്ന നല്ലൊരു റെസിപ്പി കേട്ടോ. ഈ ഒരു പലർക്കും അറിയായിരിക്കും, അന്ന് അറിയാത്തവരുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കി കേട്ടോ. അപ്പോൾ ഇൻഷാ അല്ലാ കുറച്ചുകൂടെ കറി വേണം. നല്ല നല്ല സോഫ്റ്റ് ദോശ എന്നല്ലോ, ടിഷ്യൂ പോലത്തെ നല്ല ദോശ.
ചിക്കൻ എങ്ങനെയുണ്ട്? അടിപൊളി. തിന്നാ ഇതെന്തെങ്കിലും ഒന്ന് തേങ്ങ ഇട്ടോ ഇനി? കുറച്ച് ഇതെന്തല്ലോ ഒരു ഫ്ലേവർ, നല്ല ടേസ്റ്റ് ഉണ്ട്. ദോശ അടിപൊളി. ടിഷ്യൂ എന്താ പറയുക, നൈസായിട്ടുള്ള ദോശയല്ല, ടിഷ്യൂ പേപ്പർ വല്ല.